നമസ്കാരം, ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാഷ്. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. AI വിപ്ലവം ഇന്ന് ലോകമെമ്പാടും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ AI വരവോടുകൂടി നിരവധി തൊഴിലവസരങ്ങളാണ് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾക്ക് തൊഴിൽ നഷ്ടമായിരിക്കുന്നു. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് AI കടന്നു വരവോടുകൂടി അടുത്ത 12 മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്നും ഇല്ലാതാകാൻ പോകുന്ന തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കണ്ടിരിക്കേണ്ട ആവശ്യകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ മേഖല ഞാൻ ഈ പറയാൻ പോകുന്ന തൊഴിൽ മേഖലകൾ പെടുന്നതാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് ഒരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തേണ്ടത് വളരെ അനിവാര്യമാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഡാറ്റ എൻട്രി ക്ലർക്ക് ജോബുകളാണ് വാഷ് ഔട്ട് ആവാൻ പോകുന്ന ഒരു തൊഴിൽ മേഖല. ഇന്ത്യയിൽ ഏകദേശം 80,000-ഓളം ആളുകളാണ് ഡാറ്റ എൻട്രി ക്ലർക്കുകളായി വർക്ക് ചെയ്യുന്നത്. AI ബോട്ടുകളായ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ അഥവാ OCR, അതുകൂടാതെ റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ അതായത് RPA, ഈ രണ്ട് ബോട്ടുകൾ ഡോക്യുമെന്റ് പ്രോസസ്സുകൾ കൂടുതൽ വേഗത്തിലാക്കുകയും അതുകൂടാതെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലേക്ക് അത് മാറ്റുകയും ചെയ്തു. ബാങ്കുകളും ഹോസ്പിറ്റൽ സെക്ടറുകളും മറ്റു ബിസിനസ്സുകളും ഓൾറെഡി ഈ ഒരു AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ എൻട്രി പ്രോസസ്സുകൾ നടത്തുന്നത് ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഈ തൊഴിൽ മേഖലയിൽ ഉൾപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഭയക്കേണ്ടതുണ്ട്. കാരണം AI കടന്നു വരുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ ജോലി നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ജോലികളാണ് AI ഭീഷണിയിൽ നിൽക്കുന്ന മറ്റൊരു തൊഴിൽ മേഖല. ഇന്ത്യയിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ജോലികളിൽ വ്യാപൃതരായിരിക്കുന്നത്. AI പേഴ്സണൽ അസിസ്റ്റുകളായ മൈക്രോസോഫ്റ്റ് കോപൈലറ്റ്, ഗൂഗിൾ ഡ്യുവറ്റ് എന്നിവ ഇവന്റുകൾ സ്കെഡ്യൂൾ ചെയ്യാനും മീറ്റിംഗുകൾ അറേഞ്ച് ചെയ്യാനും തുടങ്ങിയിരിക്കുന്നു. മുമ്പ് മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മാനുവലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രോസസ്സുകൾ ഇന്ന് ഓട്ടോമേറ്റ് ആയിരിക്കുന്നു. അതിന്റെ ഫലമായി കമ്പനികൾക്ക് ഹ്യൂമൻ സെക്രട്ടറിമാരെ നിയമിക്കേണ്ട ആവശ്യകത ഇനിയില്ല. കാരണം അവർക്ക് കൊടുക്കേണ്ട ശമ്പളം കമ്പനികൾ AI ഓട്ടോമേറ്റ് ചെയ്യുന്നതിലൂടെ ലാഭിക്കുന്നു. ഇതുമൂലം കമ്പനികളിൽ അഡ്മിൻ തസ്തികകൾ ഒഴിവാവാൻ പോവുകയാണ്. അക്കൗണ്ടിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗ് ക്ലർക്ക് എന്ന് പറയുന്ന തസ്തികയാണ് AI ഭീഷണിയിൽ നിൽക്കുന്ന മറ്റൊരു തൊഴിൽ മേഖല. ഇന്ന് 1 മില്യണോളം ആൾക്കാരാണ് ഇന്ത്യയിൽ ഈ തൊഴിൽ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ മേഖലയ്ക്ക് ഇത്ര റിസ്ക് വരുന്നത്? ബുക്ക് കീപ്പിംഗ്, ഓഡിറ്റ്, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്നിവ AI അക്കൗണ്ടിംഗ് ടൂളുകൾ ഉപയോഗിച്ച് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമാകുന്നു. ആളുകൾക്ക് ജോലി നഷ്ടമാകുന്നു. ഫിനാൻസ് മേഖലയിൽ വളരെ വ്യാപകമായി ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ബിൽ ഗേറ്റ്സ് വരെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിനുള്ള പോംവഴി എന്ന് പറയുന്നത്? ഇത്തരത്തിൽ AI വന്ന് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുമ്പോൾ നമ്മൾ കൂടുതൽ ഒരു സ്റ്റെപ്പ് അഹെഡ് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ? അതായത് നമ്മൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുക, അല്ലെങ്കിൽ AI ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയും നിങ്ങൾ അപ്സ്കിൽ ചെയ്യുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ കരിയർ സുരക്ഷിതമാക്കുക. ഹ്യൂമൻ റിസോഴ്സ് HR എന്ന് പറയുന്ന മേഖലയും AI കടന്നുവരവോടുകൂടി തുടച്ചു മാറ്റപ്പെടാൻ പോവുകയാണ്. കാരണം റെസ്യൂം സ്ക്രീനിങ് അല്ലെങ്കിൽ കാൻഡിഡേറ്റുകളെ സോർട്ട് ഔട്ട് ചെയ്യുക, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് AI ടൂളുകൾ ഉപയോഗിച്ച് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ HR-മാരെ ഹയർ ചെയ്യുന്ന പ്രോസസ്സും ഇപ്പോൾ മന്ദീഭവിച്ചു വരികയാണ്. കസ്റ്റമർ സർവീസ് റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ AI കടന്നുവരവോടുകൂടി തുടച്ചു മാറ്റപ്പെടാൻ പോവുകയാണ്. FAQകളും മറ്റ് കംപ്ലൈന്റുകളും AI ചാറ്റ് ബോട്ടുകൾ മുഖേന നടത്തപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമർ സർവീസ് റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്ന ഒരു തൊഴിൽ അല്ലെങ്കിൽ ഒരാളെ അതിനുവേണ്ടി ഹയർ ചെയ്യേണ്ട ആവശ്യം ഇന്ന് കുറഞ്ഞിരിക്കുന്നു. കോൾ സെന്ററുകളിൽ ഇന്ന് തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരികയാണ്. AI കടന്നുവരവാണ് അതിൽ പ്രധാനപ്പെട്ട കാരണം. ടെലി മാർക്കറ്റിംഗ് ആൻഡ് ടെലി സെയിൽസ് ഏജൻസ് എന്ന് പറയുന്ന തൊഴിൽ മേഖലയും ഇന്ന് AI കടന്നുവരവോടുകൂടി വാഷ് ഔട്ട് ചെയ്യപ്പെടാൻ പോവുകയാണ്. കാരണം AI ബോട്ടുകൾ ഇന്ന് ടെലി മാർക്കറ്റിംഗും അല്ലെങ്കിൽ ടെലി സെയിൽസും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊടുക്കുന്ന സ്ക്രിപ്റ്റുകൾ ഫോളോ ചെയ്തുകൊണ്ട് മനുഷ്യന്റെ ശബ്ദം മിമിക് ചെയ്ത് ഒരു ഹ്യൂമൻ കസ്റ്റമർ സർവീസ് ഏജന്റ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ AI ടൂളുകൾക്കും വർക്ക് ചെയ്യാൻ പറ്റും എന്നതാണ് ഇന്നത്തെ കാലത്തിന്റെ പ്രത്യേകത. കണ്ടന്റ് റൈറ്റേഴ്സ് ആൻഡ് കോപ്പി റൈറ്റേഴ്സ് എന്ന് പറയുന്ന തൊഴിൽ മേഖലയും വാഷ് ഔട്ട് ചെയ്യപ്പെടാൻ പോവുകയാണ്. എല്ലാവരും വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു AI ടൂളാണ് ChatGPT. ഇന്ന് നമ്മൾ ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ നമുക്ക് എന്താണോ വേണ്ടത്, ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് മുതൽ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കോണ്ടന്റ് ആണെങ്കിലും ChatGPT ഉപയോഗിച്ച് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ കോണ്ടന്റ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ കോപ്പി റൈറ്റേഴ്സ് എന്ന് പറയുന്ന ആളുകൾക്ക് അവരുടെ തൊഴിലിന്റെ ഡിമാൻഡ് ഇന്ന് അനുദിനം കുറഞ്ഞു വരികയാണ്. ഏകദേശം 30,000-ലധികം ആളുകൾ ഇന്ന് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫിക് ഡിസൈനിങ് പോലും ഇന്ന് AI ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ ചെയ്യുന്നു. AI ഇമേജ് ജനറേറ്റർ ടൂളുകളായ DALL-E അല്ലെങ്കിൽ മിഡ് ജേർണി എന്ന് പറയുന്ന ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ഒരു മനുഷ്യൻ ചെയ്യുന്ന അതേ പെർഫെക്ഷനോട് കൂടി ഗ്രാഫിക് ഡിസൈനിങ് ചെയ്തെടുക്കാൻ പറ്റുന്നു. അല്ലെങ്കിൽ ബേസിക് ഡിസൈൻ മാത്രം ആവശ്യമുള്ള കമ്പനികളിലേക്ക് ഇനി മനുഷ്യന്മാരെ അല്ലെങ്കിൽ ആളുകളെ ഹയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലുള്ള ടൂളുകൾ ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജോലിയുടെ ഒരു ഡിമാൻഡും ഇന്ന് കുറഞ്ഞു വരികയാണ്. സോ ചുരുക്കി പറയുകയാണെങ്കിൽ AI വരവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. AI ഓൾറെഡി ഇവിടെ ഉണ്ട്. AI ഓൾറെഡി വന്നിരിക്കുന്നു. സോ ഇത് ഓരോ മേഖലയെയും ഓരോ തൊഴിൽ മേഖലയെയും കടന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ തൊഴിലവസരങ്ങൾ ഇന്ന് കുറഞ്ഞു വരികയാണ്. എന്താണ് ഇതിനുള്ള പോംവഴി? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഒന്നുകിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ AI മറികടക്കുന്ന രീതിയിലുള്ള സ്കില്ലുകൾ നമ്മൾ നേടിയെടുക്കുക. എങ്ങനെയാണ് ഒരു കരിയറോ ബിസിനസ്സോ അത്തരത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്? മനുഷ്യന്മാരുടെ ക്രിയേറ്റിവിറ്റിയും റിലേഷൻഷിപ്പും ജഡ്ജ്മെന്റും ഉപയോഗിച്ചുകൊണ്ട് വരുന്ന കമ്പനികൾ, അത്തരത്തിൽ മനുഷ്യന്മാരുടെ ഇൻവോൾവ്മെന്റ് വളരെ ആവശ്യമുള്ള കമ്പനികൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള രീതിയിലേക്ക് നിങ്ങളുടെ കരിയർ ഷിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ കമ്പനികളിൽ ജോലി നേടാനോ ശ്രമിക്കുക. അതായത് ഈ AI ടൂളുകളുമായി കോമ്പീറ്റ് ചെയ്യാതെ അതിനെ ലെവറേജ് ചെയ്യുന്ന രീതിയിലുള്ള കമ്പനികൾ, അത്തരത്തിലുള്ള ഒരു ബിസിനസ് ഐഡിയകൾ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങുന്ന സമയത്ത് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ആധുനിക കാലഘട്ടത്തിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ സാധ്യമാണ്. സ്റ്റാർട്ട് സ്മോൾ ബട്ട് സ്റ്റാർട്ട് സ്മാർട്ട്.
ഫ്രീലാൻസ് ജോബുകൾ, അതുപോലെ തന്നെ കൺസൾട്ട് ജോബുകൾ, സർവീസ് ബിസിനസ്സുകൾ, ഡിജിറ്റൽ പ്രോഡക്റ്റ് ബിസിനസ്സുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ബൂം ചെയ്തു വരുന്ന മേഖലകളാണ്. അത്തരത്തിൽ ചിന്തിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്കും ഈ ഒരു AI കാലഘട്ടത്തിൽ കരിയറുമായി മുമ്പോട്ട് പോകാൻ സാധ്യമാണ്. സോ ഈ ഒരു AI കാലഘട്ടത്തിൽ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ അല്ല, അതൊരു സർവൈവൽ ആണ്. ബോസ് വാല മലയാളത്തിന്റെ ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ. ബോസ് വാല, ബി ദ ബോസ്.